നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാനിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഒരു കാലവർഷം കൂടി വന്നെത്തുമ്പോൾ കടലിന്റെ മക്കൾ ദുരിതത്തിലാണ്. ഓരോ കാലവർഷത്തിലും കടലിലെ മത്സ്യലഭ്യത കുറയുന്നതും ഒപ്പം കരയിടിച്ചിലും ഇവരുടെ ജീവിതം ദുരിതത്തിലാക്കുന്നു. മറ്റ് പല പ്രശ്നങ്ങളും ഇവർ നേരിടുന്നുണ്ട്. ഇതാണ് ഇന്ന് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ തീരദേശവാസികൾ ഓരോ മഴക്കാലത്തും വലിയ ദുരിതത്തിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് അജാനൂർ കടപ്പുറത്താണ്. അജാനൂർ ശ്രീ കുറുമ്പഭഗവതി ക്ഷേത്ര ഭാരവാഹികളുണ്ട്, ഒപ്പം ഈ പ്രദേശവാസികളുണ്ട്. നമ്മോടൊപ്പം ആദ്യം തന്നെ ചേരുന്നത് അജാനൂർ കുറുമ്പഭഗവതി ക്ഷേത്ര മുൻ പ്രസിഡന്റ് കൂടിയായ സുരേഷാണ്. നിലവിൽ നമ്മുടെ ഈ കടൽ ഭിത്തിയില്ലാത്തൊരു പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ നേരിടുന്നത്? പലപ്പോഴായിട്ട് ഈ പ്രദേശത്തുള്ള എല്ലാ പ്രശ്നങ്ങളിലേക്കും നമ്മൾ ബന്ധപ്പെട്ടവരായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഇന്നേ വരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതിലേറ്റവും ഉദാഹരണമാണ് ഈ കാണുന്ന കടൽ തീരപ്രദേശം. ഈ തീരപ്രദേശത്തോട് ചേർന്ന് തന്നെ ഏകദേശം 50ഓളം വീട്ടുകാർ ഈ ഒരു ഏരിയയിൽ മാത്രം താമസിക്കുന്നുണ്ട്. ഈ കടൽ ഭിത്തി തകർന്ന് നാളെ ഈ കാലവർഷക്കെടുതി കാലത്ത് ഇവിടെ നിന്ന് കടൽ കരയിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഈ 50 വീട്ടുകാരും പിന്നെ തിരിച്ച് ആ വീട്ടുകളിലേക്ക് വരേണ്ടി വരുന്ന ഒരു അവസ്ഥ ആയിരിക്കില്ല ഉണ്ടാവുക. കാരണം അവർക്ക് അവരുടെ വീടുകൾ പോലും കാണാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് സംശയമാണ്. നമ്മളെ അപേക്ഷിച്ച് ഈ കാസർഗോഡ് ജില്ലയെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ തെക്കൻ മേഖലയിൽ നമ്മളെ അല്ലെങ്കിൽ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്തെ തീരപ്രദേശത്ത് എന്തെങ്കിലും ഒരു കാലനക്കം കെട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാറ്റ് ചെറുതായിട്ട് അനക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തീരശക്തമായി ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഭരണസിരാ കേന്ദ്രത്തിലുള്ള മുഴുവൻ ശ്രദ്ധയും ആ ഭാഗത്തേക്ക് പതിയുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്നും 600ഓളം കിലോമീറ്റർ മാറിക്കിടക്കുന്ന കാസർഗോഡ് പ്രദേശത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ട രീതിയിലൊരു പരിഹാരം കണ്ടെത്താൻ ഇന്നേ വരെ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശാശ്വതമായൊരു സത്യമാണ്. അത് പറയാതിരിക്കാൻ ഇവിടെ ഒരു നിർവാഹവുമില്ല. ഞങ്ങൾക്കും ഇവിടെ സംഘടിക്കാനും സംഘടിപ്പിക്കപ്പെടാനും ഒക്കെ കഴിയുന്ന ഒരു പ്രദേശമാണ് ശ്രീ കുറുമ്പഭഗവതി ക്ഷേത്രം ഇതിൻ്റെ കീഴിൽ വരുന്ന ഈ സമുദായ സംഘടനയിൽപ്പെട്ടവർക്ക്. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ ആ വഴിയിൽ ചിന്തിക്കാത്തത്? ഞങ്ങളൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രകടനമോ അല്ലെങ്കിൽ ഞങ്ങളൊരു പ്രതിഷേധമോ മാർച്ചുമായി പോകുമ്പോൾ മറ്റുള്ള പ്രദേശങ്ങൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നേ വരെ ഒരു പരിധി വരെയെങ്കിലും ഞങ്ങൾ നിലനിർത്തിയിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ഇനിയും ഈ രീതിയിൽ തന്നെ പരീക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ക്ഷേത്ര സ്ഥാനികന്മാരൊക്കെ ഇവിടെയുണ്ട്, ഇവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളതുപോലെ നമ്മുടെ ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക് മാറി ചിന്തിക്കേണ്ടുന്ന ഒരവസ്ഥ വരും. ഇവിടെ ഞാനൊരു കാര്യം കൂടി എടുത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുന്ന് ഇന്ന് നമ്മുടെ ഇതിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അധികാരികൾ ബന്ധപ്പെട്ടോ ആരും തന്നെ ഇവിടെ ഈ പ്രദേശത്ത് ഞങ്ങൾ വിളിച്ചിട്ടില്ല. കാരണം ന്യൂസ് 18 ചാനൽ ഞങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിലുള്ള ഒരു മുൻപും ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ കീഴിൽ വരുന്ന സമുദായ സംഘടനയിൽപ്പെട്ടവർ മാത്രമാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് ആ കേൾക്കേണ്ട താമസത്തെ അവരിവിടെ എത്തിച്ചേരും. അത് കാര്യം തീർച്ചയാണ്. പക്ഷേ അവർക്കും അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിന് മുൻപോട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. നമുക്ക് എത്രത്തോളം വീടുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഭീഷണിയിലുള്ളത്? ഏതെല്ലാം പ്രദേശങ്ങളിൽ ഇപ്പോൾ ഈ കടൽ ഭിത്തി ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്? നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് തന്നെ ഏകദേശം ഈ ചെറിയ ഒരു ഏരിയയിൽ പിന്നെ 50ഓളം വീടുകൾ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഈ 50ഓളം വീടുകൾ കടൽ കയറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു കാലത്തും അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അത് 100% ഉറപ്പാണ്. അതിനൊരു പരിഹാരമാണ് ഈ സമൂഹത്തിന് വേണ്ടത്. നമ്മളിപ്പോൾ എന്താണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? ഇതൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യപ്പെടുന്നത്. ഓരോ വർഷകാലത്ത് നമ്മൾ കാണുന്നതാണ് കലക്ടർ ഉൾപ്പെടെയുള്ള സംഘം കടലാക്രമണം നേരിടുമ്പോൾ സന്ദർശിക്കുന്നതും നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതും. എന്താണ് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത്? കൃത്യമായി ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇവിടെ കടൽ ഭിത്തി പൂർണ്ണമായും നിർമ്മിക്കുക, കടൽക്ഷോഭത്തെ തടയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ഇന്ന് ആധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രാകൃതമായിട്ടുള്ള കടൽ അതല്ല. അപ്പം അതിനുള്ള ടെക്നോളജികളും കാര്യങ്ങളും ഇന്നും സമൂഹത്തിൽ നിലവിലുണ്ട്. പക്ഷേ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണ്ട സംരക്ഷണം ഈ പ്രദേശത്തുള്ളവർക്ക് നൽകണമെന്നാണ് നമ്മുടെയൊക്കെ ആവശ്യം. നമ്മൾ എത്രത്തോളം കുടുംബങ്ങളെ ആയിരിക്കും ഇത് ബാധിക്കുക? ഈ കുറുമ്പഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴിൽ പരിധിയിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് പെടുന്നത്? കുറുമ്പഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴിൽ ചിത്താരി കടപ്പുറം മുതൽ നീലേശ്വരം തൈക്കടപ്പുറം വരെയുള്ള തീരദേശത്തുള്ള മുഴുവൻ ആൾക്കാരും ഇതിൻ്റെ കീഴിൽപ്പെടുന്ന സമുദായങ്ങളാണുള്ളത്. ഏകദേശം 1750 കുടുംബങ്ങളുള്ള ഒരു സംഘടനയാണ് ശ്രീ കുറുമ്പഭഗവതി ക്ഷേത്രത്തിൻ്റെത്. കാലവർഷത്തിനെ കുറിച്ച് പറയാനെന്ന് വെച്ചാൽ വളരെ വളരെ ദുരിതങ്ങളാണ് ഇന്നത്തെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യങ്ങളല്ല,
ഇപ്പോൾ ഈ മാസം ട്രോളിങ് നിരോധനം വന്ന എല്ലാം പട്ടിണിയാണ്, പട്ടിണിയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയിൽ നടക്കുന്നത്. നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് വെച്ചാൽ ഹാർബറാണ്. അതിന് 10-20 വർഷങ്ങളായി നമ്മൾ ശ്രീകുറുമ്പ ക്ഷേത്രവും സമൂഹം എല്ലാം നടത്തിക്കൊണ്ടിരിക്കും. ഒരു ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് അത് കിടക്കുന്നത്. അവരുടെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പരിഹാരം കാണാൻ വേണ്ടി പറ്റും. കടൽ പിറ്റിപ്പിടും വരെ ഇല്ലെങ്കിൽ സാരമില്ല, അത് പിന്നീടുള്ള കാര്യം. ഹാർബർ വന്ന കാസർഗോഡ് ജില്ലേൻ്റെ മൊത്തം മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മോചനം തന്നെ ഇത്. നമ്മളെ ഈ വീടുകളിലൊരു അവസ്ഥ എന്താണ്? വീട് പട്ടിണി തന്നെ ഇന്ന്. വീടിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കടൽ ക്ഷോഭം ഇപ്പോൾ ഇല്ലെങ്കിൽ തന്നെയും പട്ടിണി തന്നെ. കടൽ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പണിക്കോയാലൊന്നും കിട്ടുന്നില്ല, ഒന്നുമില്ല. ഇങ്ങനെ പോവാന്നല്ലാതെ ഒരു തൊഴിലെന്ന് പറഞ്ഞിട്ട് പോയി തിരിച്ചു വരാം. അതിന് എത്ര ചിലവ് കിടക്കുന്നുണ്ട്, എങ്ങനെ ഇത് എത്താൻ പറ്റും? ഇപ്പോൾ ഗൾഫിൻ്റെ കാര്യം അവരെല്ലാം മടങ്ങി വന്നിട്ട് എടുക്കേണ്ട ജീവിതമാർഗ്ഗം ഇത്. ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാർബറാണ്. ഹാർബർ ഇല്ലാത്തതിൻ്റെ വലിയൊരു വിഷമം, അതായത് കാലാകാലങ്ങളിൽ 10-20-25 വർഷത്തോളമായി ഇവിടെ പഴയ കാലത്ത് യന്ത്രവൽകൃത സാധാരണ നാടൻ വള്ളവും കാര്യങ്ങളും അതാത് പ്രദേശത്താണ് തൊഴിൽ പോകാറ്. ഇപ്പോൾ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ നമ്മളിതെല്ലാം വാരി കെട്ടി മടക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അപൂർവമായിട്ട് അവിടുന്ന് പണിക്ക് പോകാൻ പറ്റും. അതിൻ്റെ പേരിൽ ജീവിതം തന്നെ വളരെ ദുസ്സഹമാണ്. അപ്പം എന്ത് വന്നാലും ഹാർബർ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തിനൊരു സ്വപ്തിയാണ്. തീരദേശ ഹൈവേ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ നമുക്ക് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഗുണമുണ്ട്? അത് ഏത് രീതിയിൽ വേണമെന്നാണ് നിങ്ങളുടെ ആവശ്യം? തീരദേശ ഹൈവേ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. വികസനത്തെ നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷേ ഇത് ഞങ്ങൾക്ക് വേണ്ടത് ഒരു എത്രമാത്രം കുടുംബങ്ങളെ ഇതിൽ പെടുത്താതിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ആദ്യം ഇത് ചിന്തിക്കേണ്ടത്, ബന്ധപ്പെട്ടവർ ചിന്തിക്കേണ്ടത്. ഇപ്പം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു അലൈൻമെൻ്റ് ആണെങ്കിൽ ഈ നിൽക്കുന്ന പോയിന്റിൽ നിന്നും 30-40 മീറ്റർ മാറി അപ്പുറത്തോട് വീണ്ടും ഒരേ ഇതുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ വരുന്ന കുടുംബങ്ങൾ തീർച്ചയായിട്ടും എന്ത് പറ്റും, അവർക്ക് ഒന്നിനും പറ്റാത്ത ഒരു നിലയിലേക്ക് പോകും. അക്കരയ്ക്ക് പോകാനേക്കുന്നത് ഒരു ത്രിശങ്കു സ്വർഗത്തിൽ നിന്നുള്ള നിലയിലേക്കാവും. അതിന് പകരം ഇന്ന് നിലവിലുള്ള ഈ റോഡ് തന്നെ തീരദേശ ഹൈവേയുടെ ഭാഗമായിട്ട് വികസിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആവശ്യം. സർക്കാർ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലാണ് നിങ്ങളുടെ സർക്കാർ? ഞങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ നിറം നോക്കിയിട്ട് ഒരാളെടുത്തും പോയല്ല. രാഷ്ട്രം ഇന്ന് BJP ആണ്, കോൺഗ്രസ് ആണ്, മാർക്സിസ്റ്റ് ആണ്. ആ നിറം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ തീരെയില്ല, ഇന്നുമില്ല, അന്നുമില്ല, ഇനിയും ഉണ്ടായില്ല. ഞങ്ങൾ ആരടുത്താന്ന് ഞങ്ങളെ കാല് പിടിക്കേണ്ട, അവരെ പോയിട്ട് പിടിക്കുന്നുണ്ട്, കാര്യങ്ങൾ സാധിച്ചു തരണമെന്നേ പറഞ്ഞില്ലേ. ഇപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് നമ്മളുള്ളത് ഈ ഹാർബറിൻ്റെ പദ്ധതി. ഈ ഹാർബർ നമുക്ക് എന്തായാലും വേണം, അത് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. നമുക്ക് മറ്റ് അടിയന്തരമായി ഇപ്പോൾ കാലവർഷം ശക്തി പ്രാപിക്കാൻ പോകുന്നത് പലപ്പോഴും ന്യൂനമർദ്ദം, അത് വലിയ ഭീഷണി മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടും. ആ ഭീഷണി എന്ന് വെച്ചാൽ ഇപ്പോൾ കാണുന്നില്ല, നിങ്ങൾ കാണുന്നില്ല. നമ്മൾ എത്ര വീട്ടുണ്ട്? ഇത് ആ ഒരു 10 വീട്ടുണ്ടാവും ആ വീട് വിവരമായിട്ട്. എന്താ സംഭവിക്കുമെന്ന് അമ്മക്ക് അവിടെ നമുക്ക് ശക്തിയുണ്ട്. ഞങ്ങൾ എന്ത് വിളിക്കുമ്പോഴും നമ്മൾ അമ്മേൻ്റെയാണെന്ന് വിളിക്കുന്നത്. അത് കാത്തു നിന്നുകൊണ്ട് പോകുന്നു ഇതുവരെയും. നിങ്ങൾ കാണുന്നില്ലേ 10 മീറ്ററിലില്ലേ കടൽ കരുവായിട്ട്. ഇത് ശോഭിക്കാന്ന് വെച്ചാൽ മിനിറ്റ് മാത്രമേ വേണ്ടേ, ഇതെല്ലാം ഒഴിഞ്ഞുകൊണ്ടേലും വരും. അപ്പം ഞങ്ങൾ വിളിക്കുന്ന ഒരു സമൂഹത്തിനൊരു ഇതുണ്ടല്ലേ, അതാണ് അമ്മ. ആ അമ്മനെ ആ ഉറക്കിൽ കൂണിലും വിളിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അത് കാത്തു രക്ഷിക്കാൻ. പിന്നെ വേറെ എന്താ പറയുക? നമ്മൾ പെട്ടെന്ന് ഓർമ്മിക്കുന്നത് ഒരു നാട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികളെല്ലാം മറന്ന് രംഗത്തിറങ്ങിയവരാണ്. അവരുടെ എല്ലാ ഉപകരണം എല്ലാം. പക്ഷെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചുള്ള അടിയന്തരമായി പലതരത്തിലുള്ള സഹായങ്ങൾ, ഇപ്പോൾ ഹാർബറിൻ്റെ പറഞ്ഞ പോലെ ഇത്തരം ആവശ്യങ്ങൾക്ക് നമ്മളോട് ഒരു മുഖം തിരിഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ വൈകുന്നു എന്നല്ല ഇതാണെന്നില്ല. ഇപ്പം ഞാൻ ഇന്നലെ ചെറുവത്തൂർ ഒരു മണ്ണിടിച്ചിലുണ്ടായിന്. എല്ലാവരും വന്നിട്ട് റോഡിലിരുന്നു. അതുമാതിരി നമ്മളെ ക്ഷേത്ര സമൂഹം അതിന് നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമൂഹം പട്ടിണിയാവുന്നില്ല ഒരു ഓർമ്മ ഈ ക്ഷേത്ര സമൂഹത്തിനറിയാം. അങ്ങനെയുള്ള നേതൃത്വം മുമ്പത്തെ ഭരണസമിതിയും കൊടുത്തില്ല, ഇന്നത്തെ ഭരണസമിതിയും കൊടുത്തില്ല. നിങ്ങളെ കാണണമെന്നുണ്ട്, നിങ്ങളെ കണ്ടിട്ട് കാര്യം നിങ്ങളെ പറയാം, അയാളെ കാണണമെങ്കിൽ അയാളെ കണ്ടിട്ട് കാര്യം പറയാമെന്നല്ലാതെ ഒരു ഭരണത്തിന് ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങളെ സമൂഹം എന്ന് വെച്ചാൽ കടലിൻ്റെ പ്രകൃതി തന്നെ പിടിച്ചാൽ കിട്ടൂല. ഞങ്ങളെ സമൂഹത്തിന് പിടിച്ചാൽ കിട്ടിയില്ല. കളി കഴിഞ്ഞാൽ പിന്നെ ഇതേ പ്രകൃതിയെ അവർക്കുണ്ടാവും. അതുകൊണ്ടാണ് അതിന് നേതൃത്വം ഭരണസമിതി കൊടുക്കാതെയുള്ള കാരണം. നമ്മൾ നേരത്തെ കണ്ടതാണ് കോട്ടക്കുളത്ത് വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ തടയാൻ പോലും കഴിയാത്ത രീതിയിൽ അത്തരം ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാതെ പോലീസുകാരെ പോലെ അടിക്കണ്ടയിലേക്ക് എത്തിയില്ലേ നമ്മൾ സുനിൽകുമാറിനെ, കലക്ടറെ തടഞ്ഞില്ലേ. അങ്ങനെ ഒരു നേതൃത്വം ഇവിടെ കൊടുത്താൽ ഇവിടെയും സംഭവം തന്നെ. പക്ഷെ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ദ്രോഹിക്കാനല്ല, സർക്കാരെ ദ്രോഹിക്കാനല്ല, പറഞ്ഞ് ചോദിച്ച് മണിക്കാനാണ് ഞങ്ങളെ കടമ. മനസ്സിലായ എന്തെല്ലാം സംഭവം ഉണ്ടായത്? ഇതേമാതിരി സംഭവം തന്നെ. കലക്ടറെ തടഞ്ഞ്, പോലീസുകാരെ തടഞ്ഞ്, പോലീസുകാരെ അടിക്കാൻ പോയിന്. അപ്പം അങ്ങനെയുള്ള നേതൃത്വം ഇവിടെ കൊടുക്കാൻ കഴിയാതുകൊണ്ടല്ല. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ തടഞ്ഞു നിർത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ സമൂഹത്തിന് അങ്ങനെയുള്ള വികാരമാണ് ആ സമൂഹത്തിന്
ഇവിടെ കിടക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായ ഒരു ഇടപെടൽ അടിയന്തരമായിട്ട് ഇടപെടൽ, പ്രത്യേകിച്ച് ഹാർബർ തന്നെ. ഞങ്ങളെല്ലാം ഇപ്പോൾ ഈ നിൽക്കുന്ന സാരികന്മാരും ഭരണസമിതിയെല്ലാം നിരന്തരമായിട്ട് തിരുവനന്തപുരം പോയിട്ട് പാട് കിടന്നത് 2-4 ദിവസമല്ലോ. ഇപ്പം എല്ലാ പേപ്പറും ഇപ്പോൾ ഇതുവരെ പേപ്പറിൻ്റെ കാര്യങ്ങളാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ശരിയായി. ഇപ്പോൾ പദ്ധതി വെച്ചാൽ പൈസൻ്റെ ബജറ്റിൻ്റെ കാര്യമാണ്. ഗവൺമെൻറ് തെക്കൻ മേഖലയിലെല്ലാം ഒരു തൊഴിലില്ലാത്ത സമയത്ത് ഓരോ കുടുംബത്തിനും റേഷൻ കാർഡ് നോക്കി ഒരു നിശ്ചിത തുക കൊടുക്കാറുണ്ട്, കൊടുത്തോണ്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അപൂർവമാണ്, അതില്ല. അതൊക്കെ അത് എടുത്തു കളഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ അതിന് സമ്മർദ്ദം ചെലുത്തേണ്ടത് കേന്ദ്രത്തിലെ MP ആയാലും ഈ പ്രദേശത്തിലെ MP ആണ്, കേരളത്തിലെ പിന്നെ മുൻ MLA ആയാലും മുൻമന്ത്രി ആയാലും, മുൻമന്ത്രി ഇപ്പോഴത്തെ MLA ഇവരൊക്കെ ശ്രദ്ധ ചെലുത്തിയാലേ കാര്യങ്ങളൊക്കെ നമ്മളെ ഈ രൂപത്തിലേക്ക് എത്തും. അപ്പോൾ ഈ MLA എന്ന് പറയുന്നത് ചന്ദ്രശേഖരേട്ടൻ നല്ലോണം പണിയെടുത്തിട്ടുണ്ട് ഹാർബറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ കേന്ദ്രത്തിലേക്ക് സമർപ്പിച്ചത് കൊണ്ട് അതിൻ്റെ പിന്നാലെ നമുക്ക് ഓടാൻ പറ്റുന്നില്ല. കേരളത്തിൽ പോകുന്ന മാതിരി കേന്ദ്രത്തിൻ്റെ പിന്നാലെ നമുക്ക് ഓടാൻ പറ്റുന്നത്. അപ്പോൾ അത് MP ആയി ബന്ധപ്പെട്ട് അവരാണ് അത് ചെയ്യേണ്ടത്. അത് എത്രയും പെട്ടെന്ന് നമുക്കത് സ്ഥാപിതമായി കിട്ടാനുള്ള ഒരു തയ്യാറെടുപ്പാണ് MP-ൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. എന്തായാലും എണ്ണിയാൽ തീരാത്ത പരാതികൾ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണം, അത് തയ്യാറാകണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഏതായാലും ചെറിയ ഒരു അവസ്ഥ നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് തന്നെ കാണാം. ഈ ചെറിയൊരു മഴ വരുമ്പോഴാണ് വലിയ തോതിലുള്ള കാറ്റും അതുപോലെ തന്നെ ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഈ ഒരു പ്രദേശത്താണ് ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. ഇവരുടെ പ്രശ്നങ്ങൾ ഓരോ കാലവർഷത്തിലും ഇത്തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെത്തി ഇത്തരത്തിൽ സന്ദർശനം നടത്തുന്നതല്ലാതെ പരിഹാരം കണ്ടെത്തുന്നില്ല എന്നൊരു പരാതിയാണ് വരുന്നത്. നമുക്ക് ഏതായാലും കൂടുതൽ പേരുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. അവരിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ കാലാവസ്ഥ ഇതാണ്, ഒരു കാലവർഷ ആരംഭത്തിൽ തന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം? ഇവിടുത്തെ ജീവിതം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, തുടക്കം മാത്രമാണിത്. ഇന്ന് കണ്ടോ, ഈ റോഡും ഈ കടലും തമ്മിലുള്ള ദൂരം ഏകദേശം 5 മീറ്റർ മാത്രമാണ്. വീടായിട്ടുള്ള ദൂരം 10 മീറ്ററോ 15 മീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ കടൽ കിടക്കുന്നത്. ഈ മഴക്കാലത്ത് കടലൊന്ന് ശോഭിച്ചാൽ ഈ പ്രദേശത്തിലെ ഒട്ടുമിക്ക വീടുകളിൽ നിന്നും ജനങ്ങൾ മാറിപ്പോകേണ്ടി വരും. പിന്നെ നമ്മളും പ്രസിഡന്റ് പറഞ്ഞ പോലെ തിരിച്ചു വരാൻ നേരത്ത് അട്ടപ്പാടിയിലും മറ്റിടത്തുള്ള ചുരമലയിലും കണ്ട പോലെ അതേ അവസ്ഥയായിരിക്കും ജനങ്ങൾക്ക് ഉണ്ടാവൽ. അതിനുള്ള ശാശ്വതമായൊരു പരിഹാരം വർഷങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. ഇവിടെ മന്ത്രിയുണ്ട് നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടി MP ഉണ്ട്, നമുക്ക് വേണ്ടി MLA ഉണ്ട്, നമുക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് ത്രിതല പഞ്ചായത്തിൻ്റെ മെമ്പറുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇന്ന് വരെ ഈ നാട്ടിലെ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥ തലത്തു നിന്നോ ഒരു നീക്കവും അല്ലെങ്കിൽ ഒരു ചലനോ ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് ഈ നാട്ടിലെ. ഈ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന രംഗം മാത്രമല്ല, തൊട്ടപ്പുറത്തും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ചിത്താരി എവിടെ പോയാലും ഇതേ അവസ്ഥയാണ്. കടലോര മേഖലയോട്, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ മേഖലയോട് കാണിക്കുന്ന അവഗണന പറഞ്ഞാൽ തീരാത്തതാണ്. നമ്മളെപ്പം കാണുന്നുണ്ട് TV-യിൽ തിരുവനന്തപുരം ജില്ലേൻ്റെ അവസ്ഥ. ഒന്നനങ്ങിയാൽ അവിടെയുള്ള ജനങ്ങൾ പ്രതിഷേധിക്കുന്നു, റോഡ് വിരോധിക്കുന്നു, ഹൈവേ വിരോധിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ മാറുന്നു, മന്ത്രിമാർ പോകുന്നു, മറ്റുള്ളവർ പോകുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും അന്നേരം തന്നെ പരിഹാരം. പക്ഷേ ഈ കാസർഗോഡ് ജില്ലയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ നേതാക്കന്മാർക്കോ പ്രതിനിധികൾക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കോ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. ഇത് പറഞ്ഞ എന്താണ്, ഇത്രയും ഒരു ഗൗരവമായ പ്രശ്നം ഉണ്ടായിട്ട് ഇന്ന് വരെ ഒരു ജനപ്രതിനിധിക്കായിട്ട് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല. ഇനി ജനങ്ങളായിട്ട് ഒരു സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. ഇനി നമുക്കെന്ന് ചെയ്യാൻ പറ്റും ചോദിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതെന്താ ആരെ കുറവും നമ്മൾ തന്നെ, നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളല്ലേ, നമ്മളാണ് അതിൻ്റെ കുറ്റക്കാർ. അല്ലാണ്ട് ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ കുറ്റം പറയാൻ തയ്യാറില്ല, നമ്മളാണ് കുറ്റക്കാർ. പിന്നെ അവർ വരും, നമ്മുടെ നാട്ടിൽ ഒരു ഇലക്ഷൻ നടക്കട്ടെ, അവരെല്ലാ വാഗ്ദാനങ്ങളായിരുന്നു നമ്മളെ മുമ്പിലേക്ക് വരും. അന്നേരം ഞാനടക്കം അവർക്ക് വേണ്ടിയിട്ട് കസാര ഇട്ട് കൊടുക്കും, മൈക്ക് വെച്ച് കൊടുക്കും, വെള്ളം കൊണ്ട് കൊടുക്കും. പക്ഷേ അത് കഴിഞ്ഞു പോയാൽ പോയത് തന്നെ. ഇന്ന് വരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഈ നാടിൻ്റെ അവസ്ഥ. കൂടുതലൊന്നും പറയാനില്ല. 100-200 വർഷങ്ങളായി ഈ നാട്ടിലെ ജനങ്ങളോട് താമസിച്ച് 100-150 വർഷങ്ങളായിട്ട് നികുതി അടച്ചുകൊണ്ട് വരുന്ന സ്ഥലത്തിന് പോലും ഇപ്പോൾ 1-2 വർഷമായിട്ട് നികുതി അടക്കാൻ പറ്റുന്നില്ല. നികുതി അടക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ബാങ്കിൽ പോയാൽ ലോൺ കിട്ടുന്നില്ല, മക്കൾ സ്കൂൾ കാര്യങ്ങൾക്ക് പോയ ഒരു കാര്യം നടക്കുന്നില്ല. എന്തൊരവസ്ഥ! എത്ര ജനപ്രതിനിധികളെ ശ്രദ്ധയിൽപ്പെടുത്തി, എത്ര പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും വില്ലേജ് ഓഫീസർമാരുടെയും കലക്ടർമാരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ട് കാലങ്ങളായി. ഇന്ന് വരെ ആ നികുതി അടക്കേണ്ട കാര്യത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടാണ്. എത്ര വർഷങ്ങളായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നവർ 100-150 വർഷമായിട്ട് ജീവിച്ചിട്ട് നികുതി അടച്ചുകൊണ്ട് വരുന്ന സ്ഥലത്തിനാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് അടക്കാൻ പറ്റില്ല, അത് കടൽ പുറമ്പോക്ക് ഭൂമിയാണ്. പരിഹരിക്കാൻ ഇപ്പം നമ്മൾ ഒരു 4-5 മാസം മുമ്പേ നമ്മളെ ഫിഷറീസ് മന്ത്രി ഒരു പ്രസ്താവന നടത്തി നമുക്ക് കേട്ടു, വളരെ സന്തോഷമുണ്ടായി. 50 മീറ്ററിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം കൊടുക്കാമെന്ന് പുതിയതായിട്ട്. പക്ഷേ വർഷങ്ങളായിട്ട് 100-150 വർഷമായിട്ട് നികുതി അടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് അവർക്ക് നികുതി അടക്കാൻ പറ്റുന്നില്ല.
അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യം നമ്മളെ ജനപ്രതിനിധികളാണ്. മന്ത്രി ഇതൊന്നും അറിയുന്നുണ്ടായില്ല. അവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇന്ന് വരെ ജനപ്രതിനിധി തയ്യാറായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിന് എപ്പോഴും ഒരു പരിഹാരം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും. സാധാരണക്കാരനായ ഒരാൾക്ക് നമുക്ക് ഒരു മന്ത്രിയായിട്ട് പരിചയപ്പെടാനോ അല്ലെങ്കിൽ അവരായിട്ട് നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയില്ല, വേദി ഉണ്ടാവില്ല. അത് പറ്റുന്ന ജനപ്രതിനിധികൾക്കാണ്, അവരാണ് ചെയ്യേണ്ടത്. അവർ വിചാരിച്ചാൽ നിസ്സാരമായി പരിഹരിക്കുന്ന ഒരു പ്രശ്നങ്ങളെ ഇടില്ലു. കടൽ ഭിത്തിയായാലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായാലും നികുതിൻ്റെ പ്രശ്നമായാലും ആർബറിൻ്റെ പ്രശ്നമായാലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വേണമെങ്കിൽ ഞാൻ ജനപ്രതിനിധികളെ പറ്റി കുറ്റപ്പെടുത്തും. എൻ്റെ അഭിപ്രായത്തിൽ ജനപ്രതിനിധികളാണ് ഇതിന് മുഴുവൻ കുറ്റക്കാർ. അവരതാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാർ. അവർക്ക് ഇതിനോട് യാതൊരു ആത്മാർത്ഥതയില്ല. അവർക്ക് ഞങ്ങൾ വോട്ടും പിന്നെ അവർക്കൊണ്ട് അധികാരവും. അത് മാത്രമേ ജനപ്രതിനിധികൾക്ക് ആവശ്യമുള്ളൂ. ഈ നാട്ടിൻ്റെ ഒരു പ്രതിബദ്ധത അവർക്കില്ല. ഇതൊരു പ്രതിഷേധ രൂപത്തിൽ തന്നെ ഞാൻ പറയുന്നത്. ഇത് കുറേ പ്രാവശ്യം നമ്മൾ പറഞ്ഞ് മടുത്ത കാര്യമാണ്. പിന്നെ അവർ കേൾക്കട്ടെ, ഇത് ഞങ്ങളൊരു പ്രതിഷേധമാണ്. ഈ പ്രതിഷേധത്തിൻ്റെ രൂപത്തിൽ തന്നെ ഞാനിത് പറയുന്നതാണ്. അവരോട് ബഹുമാനമില്ലാണ്ട് പറയുന്നതല്ല, പക്ഷേ അവർ കാട്ടിക്കുന്ന നിരുത്തരവാദിത്വമായ ഒരു പ്രവർത്തികൾക്കെതിരെ നമുക്ക് പിന്നെ പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് തെക്കൻ ജില്ലേൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമ്മളെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എത്ര ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അവർ കാണുന്നില്ലേ. എന്തെല്ലാം ഈ പറഞ്ഞ എല്ലാ നേതാക്കളും, സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതാക്കന്മാരും കേന്ദ്രമന്ത്രിസഭയിലെ ആൾക്കാരും സംസ്ഥാന മന്ത്രിസഭയിലെ ആൾക്കാരും ചെറുത് മുതൽ വലുതില്ല എല്ലാവരും അവിടെ എത്തുന്നത്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രശ്നം അവരെത്തുന്നില്ല? അതിന് ഒരു കാര്യം നമ്മൾ തന്നെ, നമ്മളെ രാഷ്ട്രീയ പാർട്ടിക്കാർ തന്നെ. അത്രയും എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള വളരെ ശക്തമായ ഒരു പ്രതിഷേധം എനിക്ക് ഈ കാര്യത്തിൽ രേഖപ്പെടുത്തി. പ്രത്യേകിച്ച് ആ നികുതിൻ്റെ കാര്യത്തിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനീ നാട്ടിൽ ജീവിക്കണം? നികുതി അടക്കാതെ പ്രശ്നത്തിൽ ഞാൻ 100-200 മീറ്റർ അകലെന്ന് കടലമ്മ ഉണ്ടായി. ആ കടലമ്മ ഇന്ന് 190 മുകളിൽ എത്തിയിട്ട് 10 മീറ്ററുടെ ബാക്കിയില്ലു. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നികുതിൻ്റെ പണം അടക്കണ്ട പിടിക്കണ്ടെന്ന് പറയുന്നത്. അവരെ പൈസ എങ്ങനെയാലും പിടിപ്പിക്കുന്ന അർപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ കടലമ്മ കര കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്ത് 10-70 കുടുംബം ഇവിടെ കര പോയിട്ട് നിൽക്കുന്നത്. ഏത് സമയത്ത് ഈ കടൽ പോകുന്ന അറിയില്ല. കിഴക്കൻ കടൽ വരെ ഈ കടൽ പോകും. കടൽ പോകാതിരിക്കുകയില്ല. ഈ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ അവഗണിക്കുന്നത് ശരിയല്ല. അത്രയും നമുക്കിത് പറയാം. ഒന്നാമത് ഈ കര കംപ്ലീറ്റ് പോയിട്ട് ഈ കുടുംബം പോകുന്ന അന്ന് കണ്ടറിയാം. ഈ ജൂൺ ജൂലൈയിൽ ഈ അവസരമില്ലേ, അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് കര പോവുകയും ചെയ്യും. ജൂൺ ജൂലൈയിൽ എങ്ങനെയാലും പോകും. അന്ന് നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഇതേ ചാനലുകാർ വന്നിട്ട് നോക്കിക്കോ ആ സംഭവം. ഇന്ന് കളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കണ്ടറിയണം എത്ര ഏടിയുണ്ടായി കടലമ്മന്ന് കേട്ടോട്ട് വന്ന വരവ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തി. ഇപ്പം അടുത്ത മാസം തന്നെ ഇത് കണ്ട് കാണണം. ഇപ്പോൾ എന്നിട്ടും പഞ്ചായത്തുകാർ നികുതി അടക്കാനും പിടിക്കാനാണ് ഞങ്ങളോട് പറയുന്നത്. ഇവിടെ നികുതി അടക്കാൻ വേണ്ടി കരിയുണ്ടെങ്കിൽ അടക്കാൻ കഴിയും. ഒരു ഗവൺമെൻറ് പണം തന്നെ വീട് കെട്ടാൻ തന്നെ പണം അടക്കം തരുന്നില്ല. എന്തെങ്കിലും വീട്ടിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആടുണ്ടായ കടലമ്മ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഇപ്പോൾ അടക്കലെങ്ങനെ, വീട് കെട്ടലെങ്ങനെ, ബാങ്കിലെല്ലാം ലോൺ എടുത്തിട്ട് കടം ജപ്തിയാക്കാൻ കിട്ടുന്ന വീട്. ഇത് കടലിലെ വരുമാനമില്ല. ഞാൻ എന്ത് ചെയ്യൂ? ഒരു ഉൾപ്പെടെ വരുമാനമില്ല. 10-25 കൊല്ലം മുപ്പത്തെ കടലമ്മൻ്റെ കഞ്ഞി നിന്നിട്ടുണ്ടായി. ഈ പ്രാവശ്യം ഞങ്ങൾക്കൊന്നും ഒരു ഉൾപ്പെൻ്റെ വരുമാനമില്ല. 12 മാസം ഉണ്ടെങ്കിലേ 2 മാസം പണിയും 10 മാസം പട്ടിണിയാണ് ഞങ്ങളുടെ ജീവിതം. അത്രക്കത്തി ഞങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഗണനയിൽ എത്തിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥന പറയുന്നു. ഇവിടെ ഞങ്ങൾ ജീവിച്ച് ശീലിച്ചു പോയി. വേറെ നിവൃത്തിയില്ല. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇപ്പോൾ ഒരു വീട് കെട്ടി താമസിക്കാനോ ഒരു 5 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലം എടുക്കാൻ പോലും ഗതിയില്ലാത്തൊരു വർഗ്ഗങ്ങളാണ് ഞങ്ങൾ അന്നന്ന് കിട്ടിയിട്ട് അന്നന്ന് ജീവിക്കുന്ന ഒരു ജീവികളാണ്. പിന്നെ അവിടെ എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അന്നത്തെ കുഞ്ഞുങ്ങളും പട്ടിണിയാണ്. അങ്ങനെയുള്ള അവസ്ഥയാണ് ഇവിടെ ഇന്ന് ഇവർ കണ്ടുകൊണ്ട് 10-16 കൊല്ലം ഈ ആർബറിനെ വേണ്ടിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുന്നു. ഇന്ന് മന്ത്രിയായിട്ടും MLA ആയിട്ടും MP ആയിട്ടും എല്ലാ മേഖലയിലും ഞങ്ങൾ കയറി കഴിഞ്ഞു. ക്ഷേത്രം മുഖാന്തരം മറ്റൊരു ഇതാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് പോകും. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ക്ഷേത്ര സംഘടനയോടുകൂടെ അങ്ങനെ പോകാൻ കാരണം. അപ്പോൾ പിന്നെ അവിടെ രാഷ്ട്രീയം വരുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാ മത്സ്യത്തൊഴിലാളികളും പല സംഘടനകളിൽ പെട്ടിട്ട് ചെയ്തതാണ് ഇന്ന് വരെ. ഇവരെല്ലാം ചെയ്യാന്ന് പറയുന്നല്ലാതെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിന്നെ 10-15 കൊല്ലമായി ഞങ്ങൾ ഈ പുറമ്പോക്ക് സ്ഥലം ഞങ്ങൾക്കെല്ലാം പതിച്ചു കിട്ടിയിട്ട് 4 സെൻറ്റ് 3 സെൻറ്റ് 3.5 സെൻറ്റിൽ ഇങ്ങനെയാണ്. അത് ഇതുവരെ നികുതി അടിച്ചുകൊണ്ടുണ്ടായി. ഇപ്പോൾ 2 കൊല്ലമായിട്ട് അതിൻ്റെ നികുതി അടക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിൽ കുട്ടീനെ ചെറുക്കാൻ വേണ്ടി പോകണമെങ്കിൽ നികുതിൻ്റെ കടലാസ് പോകണോ, അല്ലെങ്കിൽ വേറെ ഇതിൻ്റെ ഒരു ആവശ്യം വന്നാൽ അതുപോലും ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിൽ കാണിച്ചിരുന്ന അവഗണന. അതെല്ലാം മാറ്റം വന്ന് ഞങ്ങൾക്ക് നികുതി അടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. എന്നാലും ഞങ്ങളെ കുട്ടികൾക്കോ എന്തെങ്കിലും ഒരു കടലാസ് നികുതി അടച്ചാൽ സ്ലിപ്പ് വേണമെങ്കിൽ അത് ആവശ്യമല്ലേ, അതിപ്പോൾ കിട്ടുന്നില്ല. അത് എന്തായാലും നികുതി അടച്ചാലേ പറ്റൂ ഞങ്ങൾക്ക്. ഇപ്പോൾ ഞങ്ങൾക്ക് ഗവൺമെൻറ് പതിച്ചു തന്ന സ്ഥലമല്ലേ. അപ്പോൾ അതിന് നികുതി അവരിപ്പോൾ അതിന് തള്ളിയിട്ടില്ല. നികുതി അടക്കാൻ സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. പിന്നെ ആർബറിൻ്റെ കാര്യം അത് നിങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇതിനെന്തെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ ഈ കരയെല്ലാം പോവും. കരം മാത്രമല്ല നമ്മൾ ഈ കാരണം ഈ പ്രസ്ഥാനം ഇത് പോവും, വീടെല്ലാം തുറന്നു പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. കടലമ്മയോട് കളിക്കാൻ ആരെ കൊണ്ടാവില്ല. അതുകൊണ്ട് ഈ താൽക്കാലികമായിട്ട് ഒരു പരിസ്ഥിതി എന്തായാലും ഉണ്ടാവണം. പിന്നെ ആർബറിൻ്റെ കാര്യം ഇപ്പോൾ ഞങ്ങളിപ്പോൾ മേഖലയായിട്ടും ബന്ധപ്പെടുന്നുണ്ടല്ലോ. അത് എൻ്റെ വഴി പോലെ വരട്ടെ.
അത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. നിങ്ങൾ ഒരുപാട് വർഷങ്ങളായി പരമ്പരാഗതമായി മത്സ്യത്തൊഴിലാളി നടത്തുന്ന ആൾ. എങ്ങനെയാണ് പഴയ കാലത്തെയും ഇപ്പം ഒരു വ്യത്യാസം? തീരപ്രദേശങ്ങളിൽ ഈ കടലാക്രമണം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കൂടിയിട്ടായില്ലേ? മുന്നേ ഇങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ജൂൺ ജൂലൈ മാസത്തിലെല്ലാം കുറച്ച് കാലാവസ്ഥ ഉണ്ടാവും, കടൽ ക്ഷോഭം ഉണ്ടാവും. പിന്നെ കുറച്ച് ഒരു 15 ദിവസം ഉണ്ടാവും അത്. പിന്നെ ആ 15 ദിവസം കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ചേറ് വരും. മുന്നേ കാലം ചേർന്ന ശാഖര എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അത് ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾ അവിടെ പണിക്ക് പോകും. പിന്നെ കാലാവസ്ഥ വീണ്ടും എന്ന് പറഞ്ഞാൽ അവിടുന്ന് വെച്ച് മീത്ത കയറ്റി പിന്നെ കുറേ കഴിയുമ്പോൾ പിന്നെ കാലാവസ്ഥ മാറ്റം വരുമ്പോൾ പിന്നെ അവിടെ കുറേ ഈ ഭാഗത്ത് കാണും, അപ്പോൾ അവിടെ പോകും. ഇങ്ങനെയല്ലാന്ന് ഈ ഉച്ചവറ്റമാതിരി അവിടെ ഇവിടെ എടുത്തുകൊണ്ടുവരികയാണ് ഞങ്ങൾ അന്ന് ജീവിക്കുന്നത്. ഇന്ന് ഇത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്ന് വലിയ 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 പ്രസ്ഥാനമാണ്. അതിന് ആർബർ പോകണോ അല്ലെങ്കിൽ വലിയ തുറമുഖം പോകണോ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പണിക്ക് പോകാൻ കൊണ്ട് പറ്റൂ. അല്ലാത്ത പക്ഷം ഞങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങലേക്ക് എത്തി. ഇപ്പോൾ പെട്ടെന്ന് കാറ് കെട്ടിയാൽ ഞങ്ങൾ പണിക്ക് പോകില്ല. എന്താ കാറ്റളിയാലും ഞങ്ങൾ അവിടെ കരക്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ. അതിൻ്റെ പേരിൽ ഞങ്ങൾ അധികം എവിടെയും പോയില്ല. തെക്കൻ മേഖലയിൽ പണിയെടുത്ത് മീൻ പിടിക്കുമ്പോഴും ഞങ്ങളുടെ കിടന്നുറങ്ങായിൽ അവർക്ക് ആർബറിൽ ഏത് സമയത്തും വന്ന് കയറാമല്ലോ. ഞങ്ങൾക്ക് ഇത് കയറാൻ പറ്റുന്നില്ല. അവിടെ ഞങ്ങൾ പണിക്ക് പോയില്ല. പിന്നെ ഗവൺമെൻറ്റിന് യാതൊരു പ്രതിഫലം ഉണ്ടാകുന്നുമില്ല. മുന്നേ എല്ലാം തേപ്പ് കയറിയാലോ കടൽ കയറിയാലോ പിന്നെ റേഷനും അരി കൊടുക്കലോ പിടിക്കലോ അങ്ങനത്തെ ഉണ്ടായിനി. ഇന്നിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒന്നുമില്ല. കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ ഈ 14 ജില്ലയിൽ ഏറ്റവും പകമണപ്പെട്ട ഒരു ജില്ല കാസർഗോഡ് ജില്ല ഇല്ല. ഇപ്പോൾ ഒരു ഇതുമില്ല. എല്ലാ മന്ത്രിമാരുടെ എംഎൽഎ എല്ലാം ഉണ്ടായിട്ട് ഒരു കാര്യം കാസർഗോഡ് ജില്ലയ്ക്കില്ല. ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങനെ ഞങ്ങൾ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നില്ല, അപ്പോൾ കാണാം ഞങ്ങളെ കഥ. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രസ്ഥാനം ഉണ്ടാവില്ല. ഞങ്ങളാവുന്നത്ര ഇറങ്ങിയില്ല. അത്രയും സമാനമില്ലൊരു ജാതിയാണ് ഞങ്ങൾ. ഇറങ്ങിയാൽ പിന്നെ പണി തീരും. ഗവൺമെൻറ് വലിയൊരു നഷ്ടം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച് ഞങ്ങളെ കൊണ്ടാവും. അതിന് ഞങ്ങൾ ഒരുങ്ങിയില്ല ഇന്ന് വരെ. അപ്പോൾ അതിനായി വരുത്തില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നില്ലൂ. നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആർബറിനെ പറ്റിയാണ് പറയേണ്ടത്. ഇവിടെ ആർബറില്ലെങ്കിൽ ഇവിടെ ഒന്നും ബാക്കിയായില്ല, എല്ലാം നശിച്ച് പോയായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭരണക്കാർ ഈ ആർബറിനെ വേണ്ടിയിട്ട് സഹകരിക്കണമെന്ന് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇവിടെ എന്തെങ്കിലും പോയിട്ടാകുമ്പോൾ പാഞ്ഞോണ്ട് പേരും ആടുന്ന് കിടന്നു, അത് കഴിഞ്ഞ് അത് പോയി. പിന്നെ ഒന്നും തിരിഞ്ഞു വരാൻ നോക്കിയില്ല ഇവിടെ. അങ്ങനത്തെ പാർട്ടിക്കാർ ഏത് പാർട്ടിക്കാരായാലും തീർക്കാൻ. നമ്മൾ ഈ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ഒരു പിന്തുണ അത് എത്രത്തോളം ഉണ്ട്? അത് അങ്ങനത്തോളം പോകുന്ന പിന്തുണ. എത്ര ഭരണസമിതി ഞങ്ങൾ പാടുപെട്ട് ഇതിന് വേണ്ടിയിട്ട്, എന്നിട്ട് വേറെ ഇത് ശരിയാകുന്നില്ല. ഇനി എത്ര പെട്ടെന്ന് ഈ ആർബർ നമുക്ക് വേണമെന്നാണ് എല്ലാം പാസ്സായി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പൈസൻ്റെ ഇതേ നമുക്ക് ഇല്ല. 2 തൊട്ട് പൈസ അത്രയും പെട്ടെന്ന് ശരിയാകും. അതേ ഇല്ല നമുക്ക് പറയാൻ. ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ 2025 മെയ് മാസം എന്നാണ്. 2 മാസം കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ മാത്രമേ ഉണ്ടാവും. നമ്മളടുത്ത് വീട് ഞങ്ങൾ നോക്കാം, ഈ വീടെടുത്ത് വെച്ചോ, 2 മാസം കഴിഞ്ഞ് വീണ്ടും വരാം. ഈ സ്ഥലങ്ങൾ, ഈ റോഡ്, എല്ലാ വീടുകൾ എല്ലാം ഉണ്ടോ നോക്കിയാൽ മതി. ഇവർ വരും ഇലക്ഷൻ്റെ സമയത്ത് മാത്രം വരും, വന്നിട്ട് കുറേ വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് പോകും. മണ്ടന്മാരായ മത്സ്യത്തൊഴിലാളികൾ അത് വിശ്വസിച്ച് നമ്മൾ ഒരു മണ്ടന്മാരായി. അതായത് കേരളത്തിന്റെ സൈന്യം എന്നൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പക്ഷെ ഇത് വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ഹാർബർ ഇവിടെ അനുവദിച്ചതിനോ വലിയ പ്രശ്നങ്ങൾ തരും, പക്ഷെ അതുപോലും നമുക്ക് ചെയ്തു തരില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ഒരു അവണിക്കുക. കാസർഗോഡ് ജില്ല ഇപ്പോൾ കേരളത്തിൽ പെട്ടതെല്ലാം തോന്നുന്നു. ഇവരൊരു ഇത് കണ്ടിട്ട് കാസർഗോഡ് ജില്ല കേരളത്തിലെല്ലാം തോന്നുന്നു. വേറെ തന്നെ കാണുന്ന കാസർഗോഡ് ജില്ലയിൽ ഈ കടല് ആക്രമണം അതിപ്പോ കൂടി വരുന്നതാണ് ഓരോ വർഷം കഴിഞ്ഞ്. ഓരോ വർഷം കഴിഞ്ഞ് കടൽ ഇങ്ങോട്ട് കരയില്ല, ഇപ്പൊ കടല ഇങ്ങോട്ട് കയറി വരുന്നത്. നിങ്ങൾ ഒരു 2 മാസം കഴിഞ്ഞ് വന്ന് നോക്കിക്കോ. ഇതേപോലെ വീടെടുത്ത് പോയിക്കോ. ഇത് മെയ് മാസമല്ലേ, ഒരു ജൂൺ ജൂലൈ മാസത്തിൽ വന്നോ. ഈ സ്ഥലങ്ങളുണ്ടായാലും വീടുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഈ കല്ല് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഈ കല്ലിട്ടതാണെങ്കിൽ അത് നമുക്കിപ്പോൾ എല്ലാം തകർന്ന നിലയിലാണ് കാണുന്നത്. അതൊരു കൃത്യമായ ഒരു ശാസ്ത്രീയമായി അല്ലേ ഇത് ചെയ്യുന്നത്. അപ്പോൾ കല്ലിട്ടതാണ് ഇപ്പോൾ ഒരു പ്രശ്നം വന്നതെന്നാണ് ഇപ്പോൾ കാണുന്നത്. ഈ കല്ലിട്ടാത്ത സ്ഥലത്തൊന്നും പ്രശ്നമില്ല, ഈ കല്ലിട്ടതാണ് ഇപ്പോൾ പ്രശ്നം വന്നത് തോന്നുന്നു. പിന്നെ ഇതിന് മേലെ പിന്നെ ഇപ്പോൾ കല്ലിട്ടാൽ പിന്നെ നമ്മളൊരു നാട് ഉണ്ടാവും, അല്ലെങ്കിൽ നാട് ഉണ്ടാവില്ല. ഒരുപാട് വീടുകൾ, ഓടിട്ട വീടുകൾ കാണാം. അപ്പോഴേ അങ്ങനെ എത്ര അപകടാവസ്ഥയിലെ വീടുകൾ ഉണ്ടാവും? ഏകദേശം ഒരു 10-70 കുടുംബങ്ങളുണ്ട്. ഈ 17ാം വാർഡായത്, അജനൂർ പഞ്ചായത്തിലെ 17ാം വാർഡായത്. 10-70 കുടുംബങ്ങളുണ്ട് ഈ ഭീഷണി നേരിടുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ തീരം ഇന്ന് കാണുന്നതല്ല. ഏകദേശം ഒരു 10-15 അല്ലെങ്കിൽ 20 വർഷം പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു 100 മീറ്ററോളം വീണ്ടും കടൽ അകത്തോട്ടാണ് ഉണ്ടായിരുന്നത്. അന്ന് നമ്മുടെ നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം എല്ലാവർക്കും ഇവിടെ നികുതി അടക്കാനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് കടൽ വന്ന് കര കൊണ്ടുപോയത് കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ അതിനെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിൻ്റെ പേരിൽ തന്നെ ഇന്നത്തെ ജനങ്ങളാണ് ഇവിടെ കുറ്റക്കാരായിരുന്നത്. ഡിജിറ്റൽ സർവേ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പം ഇന്ന് ഈ തീരദേശത്തിലെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം തീരദേശത്തുള്ള പലർക്കും അവരുടെ സ്വത്തിൻ്റെ പേരിലോ വീടുകളുടെ പേരിലോ നികുതി അടക്കാൻ പറ്റാത്തൊരിതാണ്. നാളെ ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് യാതൊന്നിനും അവകാശപ്പെടാൻ പറ്റാത്തൊരു സമൂഹമായിട്ട് ഈ തീരദേശത്തുള്ള പലരും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ.
നമ്മുടെ ഈ അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ 17-18 വാർഡുകളിൽ തന്നെ ഏകദേശം 100-200ഓളം വീട്ടുകാർ ഈ അവസ്ഥ അഭിമുഖീകരിക്കുന്നവരാണ്. ഇത് എങ്ങനെയാണ് ഈ സമൂഹം എന്ത് തെറ്റിയത്? ഇതിനകത്ത് പ്രകൃതിയാണ് കരം കൊണ്ടുപോയിട്ടുള്ളത്, സമൂഹമല്ല കരം കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റും ആ രീതിയിലൊക്കെ ചിന്തിക്കണം. ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾ, അതായത് തിരുവനന്തപുരത്ത് വല്ല സംഭവങ്ങൾ അല്ലെങ്കിൽ തീരദേശത്ത് വല്ല സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഭരിക്കുന്നവരായിക്കോട്ടെ, പ്രതിപക്ഷത്തിരിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഭരിക്കാത്തവരായിക്കോട്ടെ, എല്ലാ രാഷ്ട്രീയക്കാരും അവരുടെ എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ട് അവിടെ ചെല്ലുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോഴോ ആരെങ്കിലും പേരിന് വന്നു പോയി ഒരു സാന്ത്വനം പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ശക്തമായ ഒരു മറുപടി ആർക്കും ഇവിടെ ഇന്നവരെ ഉണ്ടായിട്ടില്ല. ഒരു ദുരന്തം ഉണ്ടായിട്ടല്ല, ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പാണ് ഇവിടെ പ്രതിവിധി വേണ്ടത്. ഇവിടെ ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്ക് ഈ കടൽ ഭിത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ദുരന്തം നമുക്കില്ലാതാക്കാൻ പറ്റും. ഇവിടെ ഒരു 6 മാസം മുമ്പ് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ വന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ പേരിൽ 33 കാസർഗോഡ് ജില്ലയിൽ 33 കിലോമീറ്ററിൽ കുറേ ഭാഗങ്ങൾ കടൽ ഭിത്തി കെട്ടാനുള്ള അളവും കാര്യങ്ങളൊക്കെ എടുത്തു പോയത്, എല്ലാ കാര്യങ്ങളും എടുത്തു പോയതാണ്. പക്ഷെ അതിനുശേഷം യാതൊരുവിധ പ്രവർത്തനം ഇവിടെ നടന്നു കണ്ടില്ല. എന്തായാലും ശ്രീ സുരേഷ് പറഞ്ഞു നിർത്തിയത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒരു ദുരന്തം ഉണ്ടായിട്ട് കണ്ണു തുറക്കാൻ നിൽക്കുന്നതിന് പകരം അവരെ നേരത്തെ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് അവർക്ക് സഹായം ചെയ്യണമെന്ന ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഹാർബർ വന്നാൽ തന്നെ ഈ തീരദേശ മേഖലകളിലെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ, കര ഇടിച്ചൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതിന് മുൻകൈയെടുക്കാൻ അടിയന്തരമായ തയ്യാറെടുക്കണമെന്ന ഒരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഞാനെൻ്റെ ഇവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.